കളിക്കാരും പിന്നെ പുണ്യാളും. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പിക്കും. ഒരുപക്ഷെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ചില സാമ്യങ്ങൾ തോന്നാം. അത് വെറും യാദൃച്ഛികം. ഒരു വേള ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ നടന്നതല്ലേ എന്ന് തോന്നി. അത് വെറും തോന്നൽ മാത്രം. പ്രിയ വിശ്വാസികളെ, നിങ്ങളെ ഞങ്ങൾ ലോകത്തിലെ തന്നെ മഹാനഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ ഒരു സീറോ മലബാർ ദേവാലയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാ, ആടിയും പാടിയും ആർത്തട്ടഹസിച്ചും അവിടെ തിരുനാൾ പൊടിപിടിക്കുകയാണ്. അങ്ങനെ ആഘോഷപൂർണമായ തിരുനാളിന്റെ തിരശ്ശീല താഴുമ്പോൾ ആ ദേവാലയത്തിലെ മറ്റു കോണുകളിൽ നടന്ന ചില കാണാ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. Lasciate che la pace sia con voi nel nome di Cristo. പൊന്നിയാള, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനല്ലോ അല്ലേ? എന്താണ് മക്കളെ നിങ്ങൾ ഇത്രമാത്രം വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നത്? എന്താണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ പുണ്യാള, ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ നന്നായി അറിയാനുണ്ട്. എൻ്റെ മക്കൾ വിഷമിക്കാതെ ഇത്രത്തോളം സങ്കടപ്പെടാൻ എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്? അല്ല പുണ്യാള, ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. എൻ്റെ മക്കളെ വന്നേ, നിങ്ങളിവിടെ ഇരുന്നേ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. പുണ്യാളനൊന്ന് കണ്ടു നോക്കുക. കുറെ നേരമായി ഞാനിവിടെ കുത്തിക്കണ്ടിരിക്കുന്നു. പോത്തച്ച, എന്തിയാ ഈ ഗോട്ടിയും പാടക്കളവും? സമയം പോകുന്നു. ഓ, അവർ അവിടെ പള്ളി അടയ്ക്കുകയോ തൂക്കുകയോ ഏതാണ്ട് പരിപാടി. ആ, വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗോമസിയേട്ടൻ ഇങ്ങോട്ട് ചീട്ടണം. അല്ല ഗോട്ടി, ഗോട്ടിയുടെ പേര് 2-3 ആഴ്ചയായിട്ട് പള്ളിയിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്റെ പേരാണെങ്കിൽ ആ അച്ഛൻ പറയുന്നേ ഇല്ല. ഓ അങ്ങളെ, അതിലൊന്നൊരു കാര്യമില്ല. ആ, ഇവിടെ ചീട്ടിട്ടോ, അന്നാ തുടങ്ങിയേക്കാം. അല്ല കോമസങ്ങളെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉതുപ്പങ്ങൾ പറയുകയായിരുന്നു എന്റെ പേര് പള്ളിയിൽ എപ്പോഴും വിളിച്ചു പറയും, അങ്കിളുടെ പേര് വിളിച്ചു പറയുന്നില്ലെന്ന്. എന്തായാലും ശരി, എൻ്റെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും റിപ്പോർട്ട് എഴുതുമ്പോൾ എൻ്റെ പേര് 2-3 പ്രാവശ്യം ഞാൻ അങ്ങ് എഴുതി ചേർക്കും. കഴിഞ്ഞ 2-3 മാസക്കാലമായി പെരുന്നാളിന്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഞാൻ ഇനിയിപ്പം പറയാനാണ് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ജൂബിലികളുടെ കാലമാണ്. അല്ല, നമുക്ക് അച്ഛന്റെ 42 ജൂബിലി അങ്ങ് ആഘോഷിച്ചാലോ? ദേവോട്ടി, പതിയെ പറ. ജൂബിലിയുടെ ജയ പോലും കേട്ടേക്കരുത്. ആ കമ്പിളിവേലി കാർ പോയി ഇങ്ങോട്ട് വരും.
അവിടുന്ന് പെട്ടെന്ന് പോകുന്നത് ഇതിനായിരുന്നു അല്ലേ? അച്ചോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമയം 1:30 ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ആ പറയേണ്ടത്. അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. ആ കാര്യം എന്തായാലും അടുത്ത കൈ എനിക്കൂടെ ഇട്ടേര്. ഞാനിത് ഓ, ഒരു വിധത്തിലെ സ്തുതി തന്നെയാണ് പറഞ്ഞൊപ്പിക്കുന്നത്. അപ്പോഴാ ഈ ഇംഗ്ലീഷിൽ ആ പളോ. എന്റെ ഗോട്ടി, ആ ഫോണൊന്നും എടുക്ക. ഇനി ഈ റിംഗ് ടോൺ കേട്ടിട്ട് വേണം ആ വെട്ടേരിയും വെള്ളായും പ്രശ്നമുണ്ടാക്കാൻ. ഹലോ ഹലോ, Hello, Kosi. Where are you? ഐ ആം ഫൈൻ, താങ്ക് യു. Mr. Kosi, എവിടെയാണ് ചോദിച്ചത്? ആ അതങ്ങ് ആദ്യം മലയാളത്തിൽ പറഞ്ഞാൽ പോരായിരുന്നോ? എന്റെ കോട്ടി, ഈ വീട്ടിൽ കറി വെക്കാൻ ഒരു സാധനവും ഇല്ല. കോട്ടി എന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാമോ? ആ അതെ, ഇപ്പൊ വരാൻ പറ്റത്തില്ല. പെരുന്നാൾ കഴിഞ്ഞതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിനക്കറിയത്തില്ലേ, ഞാനില്ല ഈ പള്ളിയിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ആ ഏതാ എന്റെ കയ്യ്? അല്ല, ഇന്ന് വൈകിട്ടല്ലേ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റിന്റെ സ്റ്റേജ് പ്രോഗ്രാം? നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ? അച്ചോ ഞാൻ പോകുന്നുണ്ട്. അയാൾ എന്റെ നാട്ടുകാരനാ. എന്നാ എനിക്കൊരു റൈഡ് വേണം. എന്നാ ആ ബാബച്ചനെ അങ്ങ് സെക്രട്ടറി ആക്കിയാലോ? പുള്ളിക്കാണെങ്കിൽ ആൾക്കാരെ ആരെയും അറിയുകയുമില്ല, നമ്മൾ പറയുന്നത് പോലെ കേൾക്കുകയും ചെയ്യും. പുള്ളിക്ക് എന്താ ജോലി? പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ ഒരു എടുപ്പുള്ള ജോലിയൊക്കെ ആയിരിക്കണം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ജോണിക്കുട്ടിയെ കൈകാരനാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെന്താ ഉതുപ്പേ? എന്തോ ഈയിടെയായിട്ട് ജോണിക്കുട്ടി എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നില്ല. അച്ചോ, ഞാൻ പറയുമ്പോൾ ഒരു ലുക്ക് ഉള്ളവരെ കൈക്കാരനാക്കിയാൽ മതി. അതെ അച്ചു, അടുത്ത 10-15 വർഷത്തേക്ക് ഈ ഞങ്ങൾക്ക് തന്നെ ഒന്ന് കൈക്കാരനായിരിക്കാൻ പറ്റുമോ എന്ന് പിതാവിനോടൊന്ന് അന്വേഷിച്ചു നോക്കും. എന്താ പൊന്നമ്മേ, എന്താ പ്രശ്നം? എന്റെ പൊന്നമ്മേ, ഈ ഉയരത്തിലൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും ഫുഡ് എല്ലാവർക്കും തികഞ്ഞല്ലോ അല്ലേ? അച്ചോ, എനിക്കിട്ടാരോ പണിതച്ചു, മനഃപൂർവ്വം പണിതച്ചു. എന്താ ജോണി, എന്താ പ്രശ്നം? അച്ചോ, പെരുന്നാളിന് വെച്ചിരുന്ന ഒരു ട്രേ ബീഫ് ആരോ അടിച്ചു മാറ്റി വെച്ചു. എന്താ ജോണി, നിന്റെ ബീഫ് പോയ കാര്യം അവിടെ നിൽക്കട്ടെ. സാധാരണ പാർട്ടി പരിപാടികളിലാണല്ലോ നിന്റെ ഷർട്ടൂരിക്കളി നടക്കുന്നത്. വന്ന് വന്ന് പള്ളിയിലും ഈ കോലത്തിലാണോ വരുന്നത്? അച്ചോ, എനിക്ക് സങ്കടം വരുമ്പോഴും പിന്നെ ഡാൻസ് കളിക്കുമ്പോഴും ഞാൻ ഷർട്ട് ഊരുന്നത്. ഇപ്പൊ എനിക്ക് സങ്കടം വന്നില്ല. പെരുന്നാൾ ഒഴിപ്പിക്കാൻ ടച്ചിങ്സിന് വെച്ചിരുന്ന ഒരു ട്രേ ബീഫ് അവർ അടിച്ചു മാറ്റിയത്. ടച്ചിങ്സിന്റെ ദോഷം അച്ഛനറിയത്തില്ല. ഇവരോട് ചോദിച്ചാൽ അറിയാം. ശരി അച്ഛാ, ടച്ചിൻസ് ഇല്ലെങ്കിൽ
അതൊരു വലിയ വിഷമം തന്നെ. ഓഹോ, ജോണി ഇങ്ങോട്ട് വാ. ഈ മകൻ നടത്തിയ തിരുനാളാഘോഷങ്ങളെല്ലാം മനോഹരമായിരുന്നു. എല്ലാം മംഗളമായി നടന്നു. എന്നാലും ഈ മകൻ ടച്ചിങ്സിന് വേണ്ടി വെച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് വെച്ചിരുന്ന ഒരു ഫുൾ ട്രേ ബീഫ് കാണാതെ പോയതിൻ്റെ വിഷമം അങ്ങെടുത്തു മാറ്റണമേ. ഇവരൊക്കെ ഏതാ? നിങ്ങൾ ഈ പള്ളിയിലുള്ളതാണോ? നിങ്ങളുടെ എൻവലപ്പ് നമ്പർ എത്രയാ? 25,000 ഉരുവ മടക്കി പെരുന്നാൾ കഴിച്ച എന്നെ അറിയത്തില്ല. അതുകൊണ്ട് അല്ല ചേർത്തി, നിങ്ങൾ ആരും അത് കൊള്ളാം. എന്നെ അറിയത്തില്ല. ഞാനൊക്കെ കൂടിയാ ഈ പള്ളി ഉണ്ടാക്കിയത്. അപ്പൊ ചേർത്തിക്ക് എന്റെ മേസ്ത്രിപ്പണിയായിരുന്നു. അച്ചോ, ഈ പറയുന്നത് കേട്ടോ അച്ചോ? അതെ, പള്ളി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, വല്ലപ്പോഴും പള്ളിയിലോട്ടൊക്കെ വരണം. ജോണി, നീ ആദ്യത്തെ കുർബാനയുടെ അവസാനവും രണ്ടാമത്തെ കുർബാനയുടെ ആദ്യവും ആ പുറകിൽ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത് കൊണ്ടാണ് എന്നും ഫ്രണ്ടിലിരിക്കുന്ന ഈ പൊന്നമ്മയെ നീ കാണാത്തത്. അച്ഛാ, എന്നാ പിന്നെ ഈ പൊന്നമ്മാന്റെ ആ മറ്റേ കമ്മിറ്റിയിലേക്ക് ഇടേ. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ഏത് മറ്റേ കമ്മിറ്റി? ഇവിടെ കമ്മിറ്റിക്കാരൻ തട്ടിയിട്ട് നടക്കാൻ വേണ്ട. അച്ഛാ, അതെ, ആ പുറയിൽ കുറെ പേര് ചാരി നിൽക്കുന്ന ആ കമ്മിറ്റിയില്ലേ, അതിലേക്ക് ഇടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നാളത്തെ പൊതുയോഗത്തിൽ ചർച്ച ചെയ്യാം. എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഉതുപ്പേ എന്നെ പിക്ക് ചെയ്യാൻ മറക്കണ്ട. ശരി അച്ഛൻ. എന്നാ നാളത്തെ പൊതുയോഗത്തിൽ കാണാം. നമ്മുടെ അർദ്ധവാർഷിക പൊതുയോഗം തുടങ്ങുകയാണ്. എല്ലാവരും മുമ്പിലേക്ക് കടന്നു വന്നിരിക്കേണ്ടതാണ്. പുറകിൽ നിൽക്കുന്നവർ കസേര എടുത്തിട്ടിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എന്റെ കോൺസേട്ടാ, ആ മൈക്ക് അവിടെ വെച്ചിട്ട് ഇവിടെ എങ്ങാനും വന്നിരിക്കും. എൻ്റെ പോത്തച്ച, ഇതിലൊരു കൺട്രോൾ വേണം. അല്ലെങ്കിൽ ആ കമ്പിളിവേലി വന്ന് മൈക്കോടെ വീഴുന്നു. ഇപ്പോൾ സമയം 12:15 ആയി. ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പൊതുയോഗം ആരംഭിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന നയിക്കുന്നത് നമ്മുടെ പോത്തച്ഛനായിരിക്കും. ഈ അർദ്ധവാർഷിക പൊതുയോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പൊതുയോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. പോത്തച്ഛ, നിർത്തിക്ക്. പ്രാർത്ഥനയാണേലും ഗ്രാമർ തെറ്റിച്ചാൽ ഞാൻ ശരിക്കും ഒരു വികാരിയാണ്. ഓരോ വ്യക്തിയും എന്നാണ് പറയേണ്ടത്, അല്ലാതെ ഓരോ വ്യക്തികളും എന്നല്ല. ഒന്ന് സിംഗുലറും മറ്റേത് പ്ലൂറലും. നേരെ അച്ഛോ, ഈ പോത്തച്ഛൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്നാ പിന്നെ ഇനി പ്രാർത്ഥന വേണ്ട. നമ്മുടെ കൊയർ ഭക്തിനിർഭരമായ ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കട്ടെ. ഇപ്പോ എല്ലാവർക്കും ഒരു ഉന്മേഷം കിട്ടിയില്ലേ? ഇതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആരൊക്കെ ഈ കൊയറിനെ കുറ്റം പറഞ്ഞാലും ഞാൻ ഒന്നും മിണ്ടാത്തത്. ഒരു ആവശ്യമുണ്ട്, അത്
ആദരിക്കൽ ചടങ്ങിന് പേര് തന്നിട്ടുള്ളവർ സ്റ്റേജിന്റെ പിറകിലേക്ക് വരേണ്ടതാണ്. ഈ പെണ്ണുങ്ങളോടൊന്നും ഇങ്ങനെയുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ എല്ലാവരെയും ആദരിക്കാനുള്ളതാണോ? പുറകിൽ ഇടയില്ലാത്തതിനാൽ തൽക്കാലം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അപ്പോ ആദരിക്കൽ ചടങ്ങ് നടക്കാനുള്ളത് കൊണ്ട് പതിവിന് വിപരീതമായി ആദ്യം ചോദ്യോത്തരവേളയാണ്. ചോദ്യം ചോദിക്കാനുള്ളവരൊക്കെ ഒന്ന് കൈമുക്കിക്ക്. ഗോമസേ, അവരുടെ പേരുകളൊന്ന് എഴുതി വെച്ച്. ശരി അച്ചോ. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായി വളരെ സ്തുത്യർഹമായ 2 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ കൈക്കാരന്മാരായ ഈ പോത്തച്ഛനും നമ്മുടെ ഉടുപ്പും നമ്മുടെ ഈ ഗോട്ടിയും വിരമിക്കുകയാണ്. പുതിയ കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ പഴയ കൈക്കാരന്മാരുടെ ഒരു പ്രതിനിധി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറയുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറയുന്ന മാതിരി ഒരു പ്രസംഗം പറയാൻ എനിക്ക് അറിയത്തില്ല. എല്ലാവരും പറഞ്ഞു അച്ഛനുമായി ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ നമ്മുടെ ഈ അച്ഛനിൽ നിന്നും ഇതുവരെയായിട്ടും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഗോട്ടി കാണുന്ന മാതിരിയൊന്നുമല്ല. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാ. പിന്നെ ഈ സെക്രട്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാള് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. ആള് ഭയങ്കര ഡീസന്റ്. എന്തായാലും എല്ലാവർക്കും നന്ദി. ഇനി ചോദ്യോത്തര വേള. ആരാ ഗോമസേട്ടാ ആദ്യം ചോദിക്കുന്നത്? അച്ചോ, ആദ്യം നമ്മുടെ വെട്ടേരി. അച്ചോ, ഞാനിത് പറയുന്നത് ആരെയെങ്കിലും വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ അല്ല. എൻ്റെ വാർഡിലുള്ളവരും അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന പലരും ഇതേപ്പറ്റി എന്നോട് ചോദിച്ചപ്പോൾ ഒരു പാരിഷ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ ഇത് പൊതുയോഗത്തിൽ ചോദിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്. പുരാതന കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ 7 കടലും കടന്ന് അമേരിക്കയിൽ വന്നപ്പോൾ ആകെ കൈമുതലായി കൊണ്ടുവന്നത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. അങ്ങനെയുള്ള നമ്മൾ, പ്രത്യേകിച്ച് കൈക്കാരന്മാരും മറ്റ് സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരും സിനിമാ പാട്ടുകളും ഐബോണായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം അത് നമ്മുടെ വിശ്വാസത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കൂട്ടായ്മയുണ്ടോ? വെട്ടേരി, ദേ നോക്ക്, എനിക്ക് ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട്. ഈ പൊതുയോഗം കഴിയുമ്പോൾ ആ റിംഗ് ടോൺ എനിക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്താണ്. ഇനി അടുത്ത ചോദ്യം ആരാ ഗോമസേട്ടാ? അടുത്തത് ബൈജു പയർതറയാച്ചോ. ഇനി ബൈജു പയർതറയ്ക്ക് എന്താ പറയാനുള്ളത്? അച്ഛ, ഈ മലയാളത്തിൽ കൊണ്ട് സമയം ശരിയല്ല. അത് അച്ഛൻ്റെ പ്രസംഗത്തിന്റെ സമയത്തേക്ക് മാറ്റുവാണെങ്കിൽ മലയാളം പഠിപ്പിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാ, നന്നായിരിക്കും. അപ്പോ ബൈജു വരുവോ പഠിപ്പിക്കാൻ? ഇല്ല അച്ഛ, എനിക്ക് സമയമില്ല. അപ്പൊ പിന്നെ ഭാര്യ മിനി വരുമായിരിക്കും അല്ലേ? ഇല്ല അച്ഛ, അവൾക്ക് എല്ലാ ഞായറാഴ്ചയും ജോലിയാണ്. എന്നാ വലിയ അഭിപ്രായം പറയാതെ അവിടെ ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോയാ മതി. അടുത്ത ചോദ്യം ആരാ? അടുത്തത് ഇനി നമ്മുടെ പൊന്നമ്മ. എന്നാ പൊന്നമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. അച്ഛാ, എനിക്ക് പറയാനുള്ളത് ഒരു സജഷനാണ്. കഴിഞ്ഞ ബൈബിൾ ക്വിസിൽ പലരും ഇവിടെ കോപ്പി അടിച്ചു. അടുത്ത പ്രാവശ്യം മുതൽ എല്ലാവർക്കും ബൈബിൾ തുറന്നു വെച്ച് ഉത്തരം
ഗോമസേട്ട ഇതൊന്ന് നോട്ട് ചെയ്തേര്. അടുത്ത പാരിഷ് കൗൺസിലിൽ ഒന്നും കൂടെ ചർച്ച ചെയ്ത് നമുക്കിതൊന്ന് പാസ്സാക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ? അച്ചോ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നാ വട്ടേരി പറഞ്ഞു, ഇത് ലാസ്റ്റാ, ഇനി ആർക്കും അവസരമില്ല. അച്ചോ, ഞാനിത് ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ വാർഡിലുള്ളവരും മാത്രമല്ല പള്ളിയിൽ വരുന്ന പലരും, പ്രത്യേകമായി ഭാവിയിൽ പാരിഷ് കൗൺസിൽ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവരും എന്നോട് ആവശ്യപ്പെട്ടതും ഒരു പാരിഷ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ ഇത് ചോദിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ പള്ളിയിലെ പാരിഷ് കൗൺസിൽ 10 വർഷം പൂർത്തിയാക്കിയവർക്ക് ഒരു പെൻഷൻ പദ്ധതിയോ അല്ലെങ്കിൽ ഇൻഷുറൻസോ അതുമല്ലെങ്കിൽ ഫുഡ് സ്റ്റാമ്പോ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വെട്ടേരി 10ാം വാർഷികവും തുടരെ വന്ന ജൂബിലികളും നടത്തിയതിനാൽ ഇപ്പോൾ പെൻഷനോ ഫുഡ് സ്റ്റാമ്പിനോ ഉള്ള ആസ്തി തൽക്കാലം പള്ളിക്കില്ല. അതുകൊണ്ട് വെട്ടേരി ഇങ്ങോട്ട് വാ, തൽക്കാലം ഒരു പൊന്നാട തരാം. ഗോട്ടി, ഒരു പൊന്നാട ഇങ്ങോട്ട് കൊണ്ടുപോവാ. അയ്യോ അച്ചോ, മിച്ചം ഒരെണ്ണം ഉണ്ടായിരുന്നത് ആ കമ്പിളിവേലി എടുത്ത് തോളത്തിട്ട് ആ പാർക്കിലൂടെ നിൽക്കുന്നത് കണ്ടു. ചോദിച്ചപ്പോ പറയുക ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് നാളത്തെ പത്രത്തിൽ കൊടുക്കണമെന്ന്. അയ്യോ, എന്നാ വട്ടേരി അവിടെ ഇരിക്കുക, അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും തരാം. ഗോമസേട്ട, അടുത്ത പ്രാവശ്യത്തെ ആദരിക്കുന്നവരുടെ ലിസ്റ്റിൽ വെട്ടേരിയുടെ പേര് ആദ്യം എഴുതിയേക്കണം. ഇപ്പോൾ തന്നെ എഴുതിയേക്കാം അച്ചോ. അല്ല പോത്തച്ച, അവിടെ കുറെ പൊന്നാട ഉണ്ടായിരുന്നല്ലോ, എല്ലാം എവിടെ പോയി? ഇനിയും നമുക്ക് ആളുകളെ ആദരിക്കാനില്ലേ? പണ്ടത്തെ പോലെ അവസാനം പൊന്നാട കഴിഞ്ഞില്ലെങ്കിലും എന്ന് കരുതി പലരും നേരത്തെ വന്നെടുത്ത് അണിഞ്ഞോണ്ട് പോയി. ഞാൻ എനിക്ക് മാറ്റി വെച്ചിരുന്നത് ആരോ കൊണ്ടുപോയി വെച്ചു. ഊവോ, എന്നാ ഞാനിപ്പോ വരാം. അല്ല, അച്ഛനെങ്ങോട്ടാ? ഒന്നാമത് എന്റെ പ്ലേറ്റും സ്പൂണും ഒന്നും കാണാനില്ല. ഇനി പൊന്നാടയാണെന്നും പറഞ്ഞ് എന്റെ തോർത്തും കൂടെ ആരെങ്കിലും എടുത്തോണ്ട് പോയോ എന്ന് നോക്കട്ടെ. ആ പളു, നിങ്ങൾ എന്താ വിചാരിച്ചേ? അച്ഛൻ തോർത്തു നോക്കാൻ പോയതാണെന്നാണോ? ഇന്ന് ചെമ്പരത്തിപ്പൂ സീരിയലിന്റെ ക്ലൈമാക്സാ. അച്ഛനെ ഇനി അത് കഴിഞ്ഞ് നോക്കിയാണ്. ഇതൊക്കെയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം നിങ്ങൾ കണ്ട ചില വശങ്ങൾ മാത്രം. ഈ തിരക്കഥയ്ക്ക് പിന്നിൽ നിങ്ങൾ കാണാത്ത മറ്റൊരു വശം കൂടിയുണ്ട്. പുണ്യാളം പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണോ? എന്റെ പൊന്നുമക്കളൊന്ന് കണ്ണടിച്ച്. ഇനി നിങ്ങൾ കണ്ണു തുറന്നത് നോക്കിക്കേ. ഇവരൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ആ പ്രശ്നക്കാർ? അല്ല പുണ്യാളം, അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ കാണുന്ന ഇവരിൽ എല്ലാവരും പ്രശ്നക്കാരല്ല. എന്നാൽ ഇവിടെ പ്രശ്നക്കാരുമുണ്ട്. എന്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അന്യനാട്ടിൽ ഇവരുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ ഇവരെ പോലുള്ളവരുടെ പ്രയത്നങ്ങളുടെ ഫലമായാണ് നിങ്ങൾക്ക് ഈ ചെറിയ ദേവാലയം ഉണ്ടായത്. പക്ഷേ നിങ്ങളിലെ ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഭോഷത്വങ്ങൾ കണ്ടുവളരുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ മക്കൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ, എന്നോടൊന്ന് ചേർന്ന് നിന്നേ. നിങ്ങളുടെ ഈ ചെറിയ സമൂഹത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ സങ്കീർണതയിലേക്ക് കൊണ്ടുപോകാതെ അതിലെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് നാളേക്കായി ഒരു നല്ല വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. സർവശക്തനായ ദൈവം